ഒരു ഫാമിലി ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ എൻ്റെ ചാച്ചൻ്റെ വീട്ടിൽ വെച്ചിട്ടാട്ടോ പ്രോഗ്രാം, കൊച്ചാച്ചൻ്റെ വീട്ടിൽ. അപ്പോൾ വൈകുന്നേരം എല്ലാവരും കൂടി കൂടാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷനൊന്നുമല്ല, എന്നാലൊരു ചെറിയൊരു ഒത്തുചേരൽ. പിന്നെ ഷീലാൻ്റെയും കൊച്ചാച്ചനും വല്യപ്പച്ചനും വല്യമ്മച്ചായി, അതിൻ്റെ ചിലവും, പിന്നെ അപ്പച്ചൻ്റെ 2 പെങ്ങന്മാരും കുഞ്ഞാൻ്റെയും വത്സ കുഞ്ഞമ്മയ്ക്കും പേരക്കുട്ടികളായി. അപ്പോൾ അതിൻ്റെ ചിലവും എല്ലാം കൂടി. പിന്നെ കസിൻസൊക്കെ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരും എല്ലാവരോടും കൂടി ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊച്ചാച്ചൻ്റെ വീട്ടിൽ കൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫാമിലി ഗെറ്റ് ടുഗദർ വെച്ച് നല്ല രസമാണ് കേട്ടോ. പാട്ടും പരിപാടികളൊക്കെ ആയിട്ടൊക്കെ നല്ല രസമാണ്. സമയം പോകുന്നേ അറിയില്ല. അപ്പോൾ എല്ലാവരും 7 മണിയൊക്കെ ആയി, എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പൈനാപ്പിൾ ഉണ്ടയാണ്, പിന്നെ പ്ലം കേക്ക്, ലഡു, പിന്നെ എൻ്റെ ഒരു കേക്ക് ഉണ്ടായിരുന്നു, അച്ചപ്പം, വൈൻ, പഴം ഒക്കെ ആയിട്ട് ആദ്യം ഇങ്ങനെയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചാച്ചനും ആൻറ്റിയൊക്കെ ഇങ്ങനെ ഓരോ കഥകൾ, ആൻറ്റി ചാച്ചനും കാനഡയ്ക്ക് പോയിക്കുമായിരുന്നേ, ഇപ്പോൾ വന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇത് ഫുഡ് എത്തി. ജെറിനും അലനും പോയി ഫുഡൊക്കെ മേടിച്ചിട്ടും വന്നു. അപ്പോൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സമയമായിട്ടോ. അപ്പം ചെറിയൊരു പ്രാർത്ഥനയോടുകൂടിയാണ് കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തത്. അങ്ങനെ എത്രയും പ്രിയപ്പെട്ട കൊച്ചാച്ചനെ ഷീലാന്റിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം കടന്നു വന്ന എല്ലാവരും ടേബിളിന്റെ അടുത്തേക്ക് വരേണ്ടതാണ്. നമ്മുടെ കേക്ക് സ്പോൺസർ ചെയ്തത് ബേക്കവേ കൊച്ചിനാണ്. അപ്പൊ എല്ലാരും അതിനുവേണ്ടി ഒരു കൈയ്യടി. സൂപ്പർ ടിഷ്യൂ ഉണ്ടെങ്കിലേ കേക്ക് വരുള്ളൂ. പോയി ടിഷ്യൂ കൊച്ചിയുടെ കേക്കിന് എന്ത് കിട്ടിയെന്ന് ഇതിന്റെ ബദാമാണ് ഞാൻ ആദ്യം കടിച്ചത്. അപ്പൊ ബദാം നല്ല ബദാമാണ്. പിന്നെ അതിന്റെ ആ റമ്മിന്റെ ആ ഒരു നമ്മുടെ യുകെക്കാരൻ ആദ്യം ചേട്ടനോട് ചോദിക്കാം, എങ്ങനെയുണ്ട് കേക്കിന്റെ റിവ്യൂ? വളരെ നല്ലൊരു കേക്ക്. അപ്പൊ ബേക്കവയുടെ കേക്ക് നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ പ്രിയ മോള് വളരെ മനസ്സിരുത്തി ഉണ്ടാക്കിയാണ്. സ്നേഹമാണിത്. ഇതില് ഓരോ സാധനം പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്നേഹമാണ്. സ്നേഹമാണിത് ഈ കേക്കിൽ നമുക്ക് രുചിക്കാൻ പറ്റുന്നത്. സ്നേഹം രുചിക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അതുകൊണ്ട് എല്ലാവരും രുചിച്ച് ആ സ്നേഹത്തോടു കൂടി ഭക്ഷിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. മൃദുശൈലികളിൽ അവനെന്നെ കിടത്തുന്നു. മറ്റേ വൈൻ കൊടുക്കും, വൈൻ.
പൂമ്പൊഴി കേട്ടുണരൂ. ഇന്നലെ മയങ്ങുമ്പോൾ പാടിക്കൂടലാ ദേവാരപ്പാടലാ തീരാതെ ഓടലാ തീസിൻ ആരാ ദീപ്തിയാ? അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കുവാണ്. അല്ലെങ്കിലും ഞങ്ങളെല്ലാവരും കൂടുമ്പോ നല്ല രസമാട്ടോ. പാട്ടും തമാശയും അടിപൊളിയാണ്. കഴിഞ്ഞു പോരുമ്പോ ഒരു സങ്കടാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒത്തുചേരലൊക്കെ എല്ലാവർക്കും നല്ലതാണ്. ഉം സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളൊക്കെ കൂട്ടിയിണക്കാൻ നല്ലതാണ്. അപ്പൊ രാത്രി എനിക്ക് എറണാകുളം വരെ എത്തണ്ടേ. ഞാൻ പോരാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ എല്ലാവരും അതെ ഓരോരുത്തരുടെ വീടുകളിലോട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ന്യൂ ഇയർ ആഘോഷങ്ങൾ? അടിപൊളിയാണോ? അപ്പൊ എല്ലാവർക്കും എന്റെയും കുടുംബത്തിന്റെയും പുതുവത്സര ആശംസകൾ. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു വർഷമാവട്ടെ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പ്രത്യേകം പറയേണ്ട ആവശ്യമല്ലോ. വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ.